സോ എല്ലാവർക്കും ഞങ്ങളുടെ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വൈത്തോമോ കേവ്സിലാണ്. ഒരുപാട് നാളായിട്ട് ഇവിടെ വരണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ലാസ്റ്റ് ഇപ്പോഴാണ് അത് സാധിച്ചത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈത്തോമോ ഗ്ലോവോം കേവ്സ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 3 കേവ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ടിക്കറ്റ്സ് സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ്. സോ നമ്മളിപ്പം ഫാമിലി ഓഫ് 3 ആണ്. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മുടെ കൗണ്ടറിൽ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ്സ് നമ്മൾ ഹാൻഡി ആയിട്ട് എടുക്കണം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ്. സോ വൈത്തോമോ കേവ്സിൻ്റെ ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈൻ എടുക്കണ്ടേ. ഒരു ഫാമിലി ഓഫ് 3 എന്നുള്ളത് 198 വരുന്നത്. പിന്നെ ബാക്കിയുള്ള ടിക്കറ്റ് റേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓൺലൈൻ തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നേരിട്ട് വന്ന് കഴിയുമ്പോൾ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്താലും ഈ കാണുന്ന പോലെ ഒരു സ്ലിപ്പ് നമ്മൾ ഓൺലൈൻ കിട്ടുന്ന QR കോഡ് കാണിച്ചിട്ട് കൗണ്ടറിൽ നിന്ന് എടുക്കണം. കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ഇതുപോലത്തെ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വൈത്തോമോ കേവ്സ് എന്നുള്ളത് ഒരു കേവിൻ്റെ അകത്ത് ഗ്ലോ വോംസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മിന്നാമിനിങ്ങൊക്കെ നമുക്ക് നാട്ടിലുള്ള പോലെ തന്നെ തിളങ്ങുന്ന പുഴുക്കൾ, നല്ല വെളിച്ചം തിളങ്ങുന്ന പുഴുക്കൾ ഉള്ള ഒരു ഗുഹയാണ്. ആ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമെല്ലാം. ഒരു കൈൻഡ് ഓഫ് മിന്നാമിനിങ്ങിൻ്റെ ഒരു പർപ്പസാണ് അവരും ചെയ്യുന്നത്, തിളക്കം. അപ്പോൾ നമ്മൾ ഇരുട്ടുള്ള ഗുഹയിലേക്ക് കയറുമ്പോൾ നല്ല തിളക്കം, സ്റ്റാർ പോലെ തിളക്കം കാണാം. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എഴുതിയിരിക്കുന്നത് 1250കളിലാണ് മവറി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും പഴയ ആൾക്കാർ ഇവിടെ ലാൻഡ് ആവുന്നത്. അതിൽ അവരുടെ ചീഫായിട്ടുള്ള ആളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 80s ബ്രിട്ടീഷ് യൂറോപ്യൻസൊക്കെ ന്യൂസിലാൻഡിലേക്ക് കുടിയേറി ഇവിടെ മവറീസുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി ഇവിടെ അവർ സെറ്റിലാവുന്നത്. അതിനുശേഷം 20ാം നൂറ്റാണ്ട്, അതായത് 1900-കളിൽ 1904-ലൊക്കെ 1953-ലൊക്കെ ക്യൂൺ എലിസബത്ത് രണ്ടാമൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള നാച്ചർ ബ്യൂട്ടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ആ ഗുഹയ്ക്കകത്തുള്ളത്. അതുപോലെ ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം കൺസർവേഷനൊക്കെ ഇതിപ്പോഴും പരിപാലിച്ചു പോരുന്നു. അതായത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണത്. ലോകാത്ഭുതം എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും മറ്റൊരിടത്തും കാണാത്ത ടൈപ്പുള്ള ഒരു അത്ഭുതമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉള്ള വിഷ്വൽസ് ഞാൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം, മാക്സിമം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. Guys, I want to say you something. നമുക്ക് സ്മോക്കിംഗ് നോ ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫോണിൽ ഫിങ് ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ക്വയറ്റ് ആയിരിക്കണം. കേവ്സിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നദാന് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലടാ ചെയ്യണ്ടേ. ഓക്കെ, ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. നമുക്ക് വൈകുന്നേരം 5:10 നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത്, മീൻസ് ടൈം എടുത്തിരുന്നത്. ഓരോ ടൈം സ്ലോട്ടുകളുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ സ്ലോട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഗുഹ കുറച്ചും കൂടി ഇരുട്ടാവട്ടെ. അപ്പോൾ ഗുഹയുടെ ഉള്ളിലെ ആ തിളങ്ങുന്ന പുഴുക്കളൊക്കെ നന്നായിട്ട് തിളങ്ങുമല്ലോ. സോറി, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്തത്. കാടിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നോക്കാം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ യൂട്യൂബിൽ നിന്നും എനിക്ക് ലഭിച്ച ഒരു വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വിഷ്വൽ അല്ല ഇത്. ഇതാണ് ശരിക്കുമുള്ള ഗ്ലോ വോംസ്, അതായത് മിന്നാമിന്നിങ് പോലെ തിളങ്ങി നിൽക്കുന്ന, ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള പുഴുവാണത്. ഈ പുഴുവിൻ്റെ താഴേക്ക് 8 കാലിയൊക്കെ നെയ്യുന്ന പോലെയുള്ള നീളത്തിൽ മാത്രം കിടക്കുന്ന ഒരു നൂലുണ്ട്. ആ നൂലിൽ കുടുങ്ങുന്ന വസ്തുക്കളാണ് അവരുടെ ആഹാരം. അതുവഴിയാണ് അവർ ആഹാരം ശേഖരിക്കുന്നത്. ഈ ഗുഹയുടെ അകത്ത് കയറി കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീലാണ്. ഒത്തിരി തണുപ്പുള്ള വെളുത്ത കളറിലുള്ള നല്ല വലിപ്പമുള്ള ഗുഹയാണ്. കുറച്ച് നേരം ഗുഹയിലൂടെ എല്ലാം നടന്നതിന് ശേഷമാണ് നമുക്ക് ഗ്ലോ വോംസിനെ കാണാൻ സാധിക്കുക. നാച്ചുറലായി ഉണ്ടായിട്ട് വന്നിരിക്കുന്ന ഒരു പുഴയും അതിൻ്റെ ഉള്ളിലുണ്ട്. ആ പുഴയിൽ കൂടെയാണ് നമുക്ക് ബോട്ട് റൈഡ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ബോട്ട് റൈഡ് അതിമനോഹരമാണ്. വല്ലാത്തൊരു ഫീല് നമുക്ക് തോന്നിക്കും. നമ്മൾ പറന്ന് ആകാശത്തിൻ്റെ അടുത്തെത്തി നക്ഷത്രങ്ങളെ കാണുന്ന പോലെയാണ് എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നത്. കുറേ നേരത്തേക്ക് നമ്മൾ വേറെ ഏതോ ലോകത്തെത്തി എത്തിപ്പെട്ട പോലെ എനിക്ക് തോന്നിപ്പോയി. ഈ ഗ്ലോവോംസ് നാച്ചുറലായിട്ടുണ്ടായിരിക്കുന്നതും ഇവിടുത്തെ മൗറി എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പഴയ 1250കളിൽ ഇവിടെ വന്ന ന്യൂസിലാൻഡ് എന്ന ഈ ദ്വീപിലേക്ക് എത്തിപ്പെട്ട അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇവർക്ക് ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക ആരാധനയോടുകൂടി ഒരു
കേടുപാടും കൂടാതെ ശബ്ദം പോലും അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സൗണ്ട് പോലും നമ്മൾ ഓവറായിട്ട് ഉണ്ടാക്കാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകും. പിന്നെ എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യം എന്നുള്ളത് ഈ ഗുഹയുടെ ഉള്ളിൽ വലിയ വലിയ പാട്ടുകാർ സന്ദർശകരായി വന്നപ്പോൾ പാട്ടുകാർ വന്ന് പാടിയ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഒരു മ്യൂസിക്കൽ പോയിൻ്റാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല എക്കോയും സൗണ്ടൊക്കെ നല്ല മുഴങ്ങി കേൾക്കുന്ന ടൈപ്പിലുള്ള ഒരു പ്രത്യേക തരം പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് നിങ്ങൾ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആളൊരു പാട്ട് പാടി, മൗറിയുടെ ഒരു ഗാനം അവർ പാടി അവരുടെ ഭാഷയിൽ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 10-15 പേരിൽ ആരും തയ്യാറായില്ല. പെട്ടെന്ന് സ്റ്റാൻസി പറഞ്ഞു ജിത്തു പാടും, ഞാൻ പാടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും സ്റ്റാൻസിയും കൂടി വലിച്ചു കയറ്റിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പാട്ട് പാടി. പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഗാനം, ഇന്ത്യൻ ദേശീയ ഗാനമാണ് അവിടെ പാടിയത്. എനിക്ക് വളരെയധികം ജീവിതത്തിൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമായിരുന്നു അത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ വലിയ പാട്ടുകാരൊക്കെ വന്ന് പാടിയ ഒരു വലിയൊരു നാച്ചുറൽ വണ്ടറിൻ്റെ ആ ഒരു സ്പോട്ടിൽ നിന്നിട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും കോരിത്തിരപ്പൊക്കെ ഉണ്ടായി അത് അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞു. ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഗൈഡായിരുന്നു, വളരെ നല്ലൊരു യങ് ആയിട്ടുള്ള ഗൈഡാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഏകദേശം 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിലുള്ളൊരു യാത്ര ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു യാത്ര തന്നെയായിരിക്കും അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുഹയുടെ ഉള്ളിലുള്ള ടെക്സ്ചറാണ് ഈ കാണുന്നത്. മഴയും പിന്നെ ഭൂമിയുടെ മുകളിലുള്ള വെള്ളത്തിൻ്റെ അകത്തേക്കുള്ള നീരുറവ കാരണം ഉണ്ടായി വന്നിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചറാണ് ആ കാണുന്നത്. വൈറ്റോമോ കേവ്സിൻ്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. ശരിക്കും ഒരു വെർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ വേറെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോർത്ത് ഐലൻഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അധികം സമയമൊന്നും എടുക്കില്ല. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1 hour കൊണ്ട് ഈ ടൂറ് അവസാനിക്കും. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്തൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഗുഹയുടെ ഉള്ളിൽ ആ ലൈറ്റും മിന്നാമിനിങ്ങിൻ്റെ തന്നെ വേറൊരു രൂപം അല്ലേ. എനിക്ക് ഓർമ്മ വന്നത് മറ്റേ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലൊക്കെ കാണിക്കില്ലേ സെറ്റ്, അതുപോലത്തെ ഒരു സെറ്റ്. അത് കുറേ ഇങ്ങനെ പുറ്റുകൾ, അതായത് ലൈം സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ മഴവെള്ളമൊക്കെ വന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ഫോർമേഷൻസ് ആയിട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കും, താഴോട്ട് കൂർത്ത് ഇങ്ങനെ നിൽക്കും. അത് കട്ട് ചെയ്ത് തലയിൽ വന്ന് വീണ ഡിം, അതുപോലത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ അതിന് തന്നെ അവർ ഒത്തിരി വിശ്വാസങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പുകൾ വെച്ചിട്ട് അവരതിനെ ഫാമിലി അല്ലെങ്കിൽ ആനയുടെ ഷേപ്പ്, പിന്നെ ഓരോരോ അവരുടെ പുരാതനമായ വിശ്വാസങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചു പോരുന്നുണ്ട്. എന്തായാലും 1 of the best നേച്ചർ എക്സ്പീരിയൻസ് ആയിരുന്നു. 5 out of 5 5 out of 5 ഉറപ്പാ. ഒരു രക്ഷയില്ല. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ വരിക, ഇതൊക്കെ കണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്തിനാ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോയിട്ട് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടേ. വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ചിപ്സും കഴിച്ച് സിനിമ കണ്ടാൽ ഈ മൂഡ് കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. നമുക്കിവിടെ ലാസ്റ്റായിട്ട് ഇവിടെ റേറ്റിംഗ് ഇടാൻ പറ്റും. അതെൻ്റെ റേറ്റിംഗ് കിട്ടോടാ. ഓക്കെ, ഡു യു വാണ്ട് ടു സെലക്ട് ഇംഗ്ലീഷ്? യാ, കൈ എത്തോ നിനക്ക്? ഇംഗ്ലീഷ്. ഓക്കെ, ഹൗ മെനി? 10 out of 10? Yeah, happy face or bad face? Happy.